ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കേരളത്തിനെ ഞടുക്കിയ ഒരു കൊലപാതക പരമ്പരയുടെ പശ്ചാത്തലവും അതിൻ്റെ കാരണവും ഇപ്പോൾ അതിനെ തുടർന്ന് വരുന്ന പ്രധാന വസ്തുതകളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 6 മണിക്കൂർ കൊണ്ട് 3 വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നടത്തിയ കിരാതമായ കൊലപാതക പരമ്പര കേരളത്തിനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ 2 തർക്കമില്ല. ഇത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് നടന്ന കൊലപാതകമാണ്. ഇതിനെക്കുറിച്ച് നിരവധി ചർച്ചകളും അനുബന്ധ കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ളവർ ചികയുന്ന തിരക്കിലാണ്. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് കുറേ മനുഷ്യരെ കൊല്ലാൻ കഴിയുമെങ്കിൽ അയാളുടെ മനസ്സിലുള്ള പകയാണോ, അതോ വിദ്വേഷമാണോ, അതോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അതോ പ്രണയവും സ്നേഹവുമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും. പക്ഷേ നിലവിൽ ലഭിച്ച എല്ലാ സാഹചര്യങ്ങളും നമ്മളോട് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, പണം തന്നെയാണ്. പണം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റേതായ നേർവഴി വിട്ട സഞ്ചാരങ്ങൾ കൂടി ഒന്നായി ചേരുമ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് അവൻ്റെ മനസ്സ് രൂപപ്പെട്ടു വന്നു എന്ന് വേണം നമുക്ക് കരുതാനുള്ളത്. രണ്ടാമതായി, സത്യമായും അവൻ്റെ അനിയനെയും അമ്മയെയും കൊല്ലണം എന്ന് അവൻ ഉദ്ദേശിച്ചിരുന്നതല്ല. കാമുകിയെയും അവൻ ആ തരത്തിൽ പെടുത്തിയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അവർ അതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് ആ 3 വ്യക്തികളെയും ഉൾപ്പെടുത്താനുള്ള കാരണം അവരോടുള്ള സ്നേഹം എന്ന് വേണമെങ്കിൽ കരുതണം. താൻ ഈ 3 പേരെയും കൊലപ്പെടുത്തി മരണത്തിൻ്റെ ലോകത്തേക്ക് എല്ലാവരുമായിട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അയാൾ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നത്. 75 ലക്ഷത്തിൻ്റെ കടബാധ്യത ഈ കുടുംബത്തിനുണ്ടായിരുന്നു. ഒരിക്കലും ഉടനെയൊന്നും അത് അടച്ചു തീർക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആ കുടുംബം. ഈ വ്യക്തിയുടെ പിതാവ് ഗൾഫിൽ പുറം ലോകം കാണാൻ കഴിയാത്ത രീതിയിൽ കടബാധ്യതയാൽ വിഷമിച്ച് അവിടെ പെട്ടുപോയിരിക്കുകയാണ്. ഈ ഡെഡ് ബോഡികളെ കാണാൻ പോലും അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഇയാൾ തന്നെ, ഈ കൊലപാതകിയായ വ്യക്തി തന്നെ, അഫാൻ, 23 വയസ്സുള്ള അഫാൻ തന്നെ ഈ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി നിന്നിട്ട് തിരിച്ചു വന്നിട്ടും കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പിതാവിൻ്റെ പരിതാപകരമായ അവിടുത്തെ സ്ഥിതിയും അയാൾ ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണ് മടങ്ങി വരികയും ചെയ്തത്. ഉടനെയൊന്നും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറില്ല എന്ന് അയാൾക്ക് തികച്ചും ബോധ്യം വന്നു. കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതിന് വേണ്ടി കുടുംബത്തിൽ നടന്ന ആലോചനകളെല്ലാം തന്നെ പിതാവിൻ്റെ സഹോദരനായ ലത്തീഫ്, 60 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്, അദ്ദേഹം എതിർക്കുകയും അതിൻ്റെ പേരിൽ തന്നെ ഒരു വൈരാഗ്യം ഈ അഫാന് അദ്ദേഹത്തിനോട് തോന്നുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതിലും ഈ ഒരു കാരണം തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം ഈ ഭാര്യയായ സജിദ ബീവി, 55 വയസ്സുള്ള പിതൃസഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യയെയും കൊല്ലാൻ കാരണം അമ്മയെയും സഹോദരനെയും കാമുകിയെയും കൊലപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഇവരെ ജീവനോടെ വിട്ടാൽ നടക്കില്ല എന്ന തോന്നൽ തന്നെയാകണം എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അദ്ദേഹം കൊല്ലാൻ പോയത് തൻ്റെ മാതാവിനെയാണ്. മാതാവിൻ്റെ മാതാവ്, അമ്മുമ്മ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. സൽമാ ബീവിക്ക് 95 വയസ്സേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൽമാ ബീവിയോട് സ്വർണം പണയം വെക്കാൻ ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല. രണ്ടാമത് കാമുകിയെ ആ വീട്ടിൽ, ഒറ്റയ്ക്കാണ് സൽമാ ബീവി താമസിക്കുന്നത്, താമസിപ്പിക്കാനുള്ള ഒരു പെർമിഷനും ചോദിച്ചിട്ട് സൽമാ ബീവി അനുവദിച്ചില്ല.
ഒരു 95-കാരി തന്നെപ്പോലുള്ള ചെറുമക്കളോട് കാണിച്ച ഈ ദുഷ്ടപ്രവൃത്തി അദ്ദേഹത്തിനെ, അതായത് അഫാനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. നിഷ്കരണമാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകങ്ങളിൽ എല്ലാം തന്നെ ഒറ്റയടിക്ക് ചുറ്റിക കൊണ്ട് അടിച്ചല്ല കൊലപ്പെടുത്തി എന്ന് പറയേണ്ടി വരുന്നത്. ചുറ്റിക പലവട്ടം അവർക്ക് നേർ ഇദ്ദേഹം അടിക്കാൻ ഒരുമ്പെട്ടു. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും പരിക്കുകൾ വന്നിരിക്കുന്നു. മരിക്കണം എന്ന തീർച്ചപ്പെടുത്തലോടുകൂടിയാണ് ഈ ആക്രമണം അദ്ദേഹം നടത്തിയത്. സ്വന്തം ഉമ്മയെ മാത്രം ആദ്യം കഴുത്ത് ഞെരിച്ച് മുറിക്കുള്ളിൽ അടച്ചു പൂട്ടിയിട്ടിട്ടാണ് മറ്റ് കൊലപാതകങ്ങൾക്ക് വേണ്ടി അയാൾ ഇറങ്ങിത്തിരിച്ചത്. തിരിച്ചു വന്ന ശേഷം, അതായത് മാതാവിനെ കൊലപ്പെടുത്തുകയും പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുകയും ശേഷം മടങ്ങി എത്തുകയും ചെയ്തിട്ടാണ് ആ അമ്മയെ അയാൾ, സജിദ ബീവി 55 ഫർസാന എന്ന് പറയുന്ന കാമുകിയെ അദ്ദേഹം കൊലപ്പെടുത്തുന്നതും ഉമ്മയായ ഷമിയെ കൊലപ്പെടുത്തുന്നതും. ഷമി ഒരു ക്യാൻസർ രോഗി കൂടിയാണ്. അതും അയാളെ മനസ്സിനെ തകിടം മറിച്ചിരിക്കാം. ഉമ്മ ക്യാൻസർ പേഷ്യൻ്റായി. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടിരിക്കണം. പിതാവിന് വിദേശത്തു നിന്നും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവിടെ കുടുങ്ങിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം കുടുംബത്തിൽ നിലനിൽക്കുന്നു. എല്ലാ അർത്ഥത്തിലും കടക്കണിയിലും ഈ ബന്ധങ്ങളുടെ അസ്വസ്ഥതയിലും ഒരുങ്ങിക്കൂട്ടി വന്ന ഒരു പശ്ചാത്തലം ഈ അഫാൻ എന്ന് പറയുന്ന 23-കാരനെ ഒരു കൊലപാതകത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കണം. എലിവിഷം പോക്കറ്റിൽ കരുതിയാണ് ഇതെല്ലാം ചെയ്തത്. ആ കൊലപാതകങ്ങൾക്ക് ശേഷം പുതിയ വസ്ത്രം ധരിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഈ കൊലപാതകങ്ങൾ നടത്തി എന്ന് ഏറ്റു പറയുകയും എലിവിഷൻ കഴിച്ചു എന്ന് തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. അതിനുള്ളിൽ തന്നെ ഇയാൾ കാണിച്ചതെല്ലാം പറഞ്ഞതെല്ലാം തന്നെ അവിശ്വസനീയമായതുകൊണ്ട് പോലീസ് അതൊക്കെ തന്നെ ഗൗരവമായി എടുത്തില്ല എന്ന് വേണം കരുതാൻ. തുടർന്ന് പോലീസ് ആദ്യ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അയാളെ ഹോസ്പിറ്റലിലാക്കുകയുമാണ് ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ മയക്ക് മരുന്നിൻ്റെ സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു യുവാവിന് എല്ലാ അർത്ഥത്തിലും സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാവുക, അതുപോലെ ബന്ധങ്ങളോട് വൈരാഗ്യം തോന്നുക, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത അവസ്ഥ വരിക എന്നതൊക്കെ സ്വാഭാവികമായും സംഭവിക്കാം. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലിപ്പോൾ യുവാക്കളെല്ലാം അസ്വസ്ഥരാണ്. അവർക്ക് ഈ അസ്വസ്ഥത കൊടുത്തതിൽ നല്ലൊരു പങ്കും മയക്ക് മരുന്നിന് തന്നെയാണ് സ്വാധീനമുള്ളത്. കേരളത്തിലെ നല്ലൊരു വിഭാഗം യുവാക്കൾ ഇപ്പോൾ മയക്കുമരുന്നിന് അടിപ്പെട്ട് കഴിഞ്ഞു. ഈ സംസ്ഥാനത്ത് ജീവിതം ദുസ്സഹമായെന്ന് കരുതുന്നവരാണ് ചെറുപ്പക്കാരിൽ നല്ലൊരു പക്ഷവും. ഇവിടുത്തെ രാഷ്ട്രീയത്തെ അവർ വെറുക്കുന്നു, ഇവിടുത്തെ ഭരണത്തെ വെറുക്കുന്നു, ഇവിടുത്തെ തൊഴിലില്ലായ്മയെ അവർ വെറുക്കുന്നു. എങ്ങനെയെങ്കിലും ഈ നാട് ഉപേക്ഷിച്ചു പോകാൻ ചെറുപ്പക്കാരെല്ലാം തന്നെ സ്കൂൾ കാലം മുതൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതെല്ലാം തന്നെ ചെറുപ്പക്കാരുടെ മനസ്സിനെ വികലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഒന്നല്ല, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലും ആക്രമണങ്ങളും ശരിക്കും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. കേരളം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, കേരളം ചെറുപ്പക്കാരുടെ ഒരു അസ്വസ്ഥ സംസ്ഥാനമായി മാറുന്നു എന്നുള്ളത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട്, ഭരണവർഗത്തിന് പ്രത്യേക പങ്കുമുണ്ട്. ഈ ലഹരി മാഫിയയെ വേരോടെ
അറുത്ത് കളയുന്നതിനു പകരം കേരളം മുഴുവൻ പുതിയ മദ്യഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന തിരക്കിലാണ് സംസ്ഥാന സർക്കാർ. ലഹരി മരുന്ന് വിമുക്ത ക്യാമ്പുകൾ നടത്തി സർക്കാർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. മതസ്ഥാപനങ്ങളും മതപ്രസ്ഥാനങ്ങളും വ്യക്തിവൈരാഗ്യങ്ങളാൽ പിളർന്നും ചേർന്നും അവർ അവരുടേതായ ഈറ്റില്ലങ്ങളിൽ സുഖം കൊണ്ട് മാറി നിൽക്കുന്നു. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ മൈനസുകളായി മാറാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം ഇനിയും ഈ കേരളം ഒരു ഭ്രാന്താലയത്തിലേക്ക് തന്നെ പോകും. അത് ജാതി മത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യുവാക്കളുടെ ഈ നിലതെറ്റിയ ജീവിതത്തിൻ്റെ പേരിലായിരിക്കും എന്നും കൂടി നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നു.